വളം എടുത്തു വെച്ച കുഞ്ഞുണ്ണി? എടുത്തു വെച്ചു. അടുക്കളയുടെ മൂലയിൽ പെരിച്ചാഴി മന്തി ഒരു കുഴി കുഴിച്ചിട്ടുണ്ട്. അത് ആള് താമസം ഇല്ലാത്തോണ്ടാവും. ഏതായാലും കുറച്ച് കല്ല് വാരിയിട്ടും തല്ലി നിർത്തി. താക്കോൽ ആരുടെ കൊടുക്കണം? പണി കഴിഞ്ഞ് പൂട്ടി അമ്മയുടെ കയ്യിൽ കൊടുത്തേക്കോ. ചായക്കടക്കാരൻ മത്തായിയുടെ മോള് മേരിക്കുട്ടി വരുന്നു. ശരി വാല, അത് നമുക്ക് ചുരുട്ടിക്കാം. നീ നോക്കിയോ മേരിക്കുട്ടി? ഈ ഉത്തമം പറയുന്നത് ചെമ്പ് കുടമാണെന്ന്, ഞാൻ പറഞ്ഞു മൺകുടമാണെന്ന്. നീ നോക്കിയോ? എങ്ങനെയിരിക്കുന്നു? ഓ, മൺകുടം തന്നെ, മൺകുടം തന്നെ. എന്നാലും കുടം പൊട്ടിക്കണ്ടായിരുന്നു ആശാൻ. പോട്ടെ മേരിക്കുട്ടി, ക്ഷമിച്ചു കള. ആശാൻ കണ്ണടച്ച് തിരിഞ്ഞു നിന്നോ. മേരിക്കുട്ടി, അതെല്ലാം ഉരിഞ്ഞിട്ടാ ഞാൻ പിഴിഞ്ഞു തരാം. വീട്ടിലിരിക്കുന്നതിനെ പറഞ്ഞോണ്ടല്ലോ. പോട്ടെ ആശാനെ, പരാക്രമം സ്ത്രീകളിലല്ല വേണ്ടത്. നീ പോവണ്ണേ, നാറികള്. അതിലോ പ്രയാസം. പൊക്ക പൊക്ക. അവിടെ എന്തായിരുന്നു മേരിക്കുട്ടി? അയാൾ എന്റെ കുടം തല്ലിപ്പൊട്ടിച്ചു. ഇവന്റെ തന്ത ഈ കരയിൽ ഏറ്റവും വലിയ തെമ്മാടിയായിരുന്നു. ഇവൻ അയാളെ വിട്ടുന്ന നരകാസുരനായിട്ട് വളർന്നു വരുന്നു. നീ ചെല്ല്. ഇന്നെന്താ എത്ര താമസിച്ചത്? എന്താ ദിവസവും കൃത്യസമയത്ത് ഇവിടെ ഒന്ന് ഹാജർ വെച്ചോളുന്ന നിയമമുണ്ടോ? ഇന്ന് ഉടക്കമായിട്ടാണല്ലോ പുറപ്പാട്. എന്ത് പറ്റി? ഓ, വഴിയിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. സാരമില്ല. സാറാമ്മച്ചേ. ആഹാ, മോഹൻ കുഞ്ഞ് വന്നോ? സാറാമ്മച്ചേ, പുതിയത് വല്ലത്? കിളിപോലൊന്ന് വന്നിട്ടുണ്ട്. കേറിയിരിക്കെ, ഞാൻ വിളിച്ചോണ്ട് വരാം. വാ വാ. ഇതാ പെണ്ണ്. ഇതിവിടെ പണ്ടുണ്ടായിരുന്ന വാസന്തിയല്ലേ? അവള് പേര് മാറ്റി, ഇപ്പൊ ലീല എന്നാ പേര്. പേര് മാറ്റിയെന്ന് വെച്ചാൽ ആള് മാറൂ. ഇവിടെ ഇപ്പൊ പുതിയതൊന്നും വരാറില്ലേ സാറാമ്മേ? ഇതെന്തോന്നാ, ചക്കയും മാങ്ങയും വല്ല ആന്നോ? പെൺപിള്ളേരല്ലേ, ആരെങ്കിലും കൊണ്ടുവരണ്ടേ? ഈ ബോർഡും വെച്ചുകൊണ്ട് ഇവിടെ വേറെ ഏർപ്പാടാ നടക്കുന്നതെന്ന് പരാതി പോയിട്ടുണ്ട്. എന്നാ പോലീസ് വന്ന് പിടിക്കാന്നറിയില്ല. പോലീസ് ഒന്നും വരാതെ ഞാൻ നോക്കിക്കോളാം. അട്ടെ, നീ ആ ചായക്കടക്കാരൻ മത്തായിയുടെ മോള് മേരിക്കുട്ടി അറിയോ? എന്തിനാ അവളെ തിരക്കുന്നേ? അസൂയ കണ്ടില്ലേ? മോഹൻ സാർ മറ്റൊരു പെണ്ണിന്റെ അടുത്ത് പോകുന്നത് എനിക്കിഷ്ടമല്ല. നീ മിണ്ടായിരിക്കടി. സാറാമേ, മേരിക്കുട്ടിയെ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ പൊക്കിക്കൊണ്ടുവരും. ബാക്കി കാര്യമായിട്ടോ? ഏറ്റിരിക്കുന്നു. വാക്കാണല്ലോ. സാറാ അല്ലേ പറഞ്ഞത്? നോയിക്കോ, ഞാൻ അവളോട് ഇന്ന് പറയും. അന്ന് നിന്റെ അന്ത്യമായിരിക്കും. ആ, ഇവിടെ തരക്കേടില്ലല്ലോ. പക്ഷെ ഇവള് ഒറ്റയ്ക്കാണല്ലോ ഡാൻസ് ചെയ്യുന്നത്. നീ ആ കുന്തങ്ങി വാച്ചേ. ഇതാടോ, മാറ. നീ കൂടെ കുടിക്കോ? ഓക്കേ. പാടാ. दुरांगनी 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 का माल का नवा. अरे माल 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 दुरांगनी का माल दुरांगनी का माल का नवा. दुरांगनी 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 का माल का नवा. अरे माल 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 दुरांगनी का माल दुरांगनी का माल का नवा. 1 2 3 4 5 6 7 7 മേലെ 7 പൊട്ടാ മൊത്തം 14. दुरांगनी 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 का माल का नवा. माल 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 दुरांगनी का माल दुरांगनी का माल का नवा. दुरांगनी
माल कनावा अरे माल 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 दुरांगनी का मालियो माल कनावा ആ കുരങ്ങിന് എന്താ പണി? അവൻ പനി പിടിച്ചു വരുന്നേ സാറേ. എന്തരടെ വിശേഷങ്ങള്? ചായകളൊക്കെ കുടിച്ചാ? എന്തരടെ എന്റെ പേരുകളെ ഇവൊന്നും പറയുന്നില്ല ജനെ. ഒന്നും പറയുന്നില്ലല്ലോ. പറയാൻ പഠിപ്പിച്ചില്ല സാറേ. എന്നാ ഞാൻ പഠിപ്പിക്കാം. നമുക്ക് പതിനെങ്ങ് എടുത്തോ. എവിടെയാ തന്റെ നാട്? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നാടൊന്നുമില്ല സാറേ. വയറ്റിപ്പഴപ്പിന് വേണ്ടി ഊരി ചുറ്റുന്നവരാ. ഇങ്ങനെ ഉപദ്രവിക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാറേ? അവൻ നിങ്ങളെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ മറ്റോ ചെയ്തോ? ദേഹോപദ്രവൊന്നും ഏൽപ്പിച്ചില്ല. ഞങ്ങളുടെ കുരങ്ങിനെ എടുത്തോണ്ട് പോയി. ഇവൻ എന്തിനാ ഈ കുരങ്ങ്? ചേട്ടൻ അത് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? ചെറിയ കുരങ്ങനെ കണ്ടപ്പോ വലിയ കുരങ്ങ് എടുത്തോണ്ട് പോയതായിരിക്കും. അതോ ഇനി കുരങ്ങുകളി തുടങ്ങാനും ഭാവമുണ്ടോ? ഇതുവരെ മറ്റുള്ളവരെ കുരങ്ങ് കളിപ്പിക്കായിരുന്നല്ലോ. ഇനിയിപ്പോ കുരങ്ങിനെ തന്നെ കളിപ്പിച്ചേക്കാനായിരിക്കും. അവൻ അതിനെ കൊണ്ടുവന്ന് കൊന്നു കളഞ്ഞിരിക്കുമെന്നാണ് എന്റെ പേടി. അയ്യോ അങ്ങനെ പറയല്ലേ. കുരങ്ങിനെ കൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കൂടെ കൊന്നേക്കാൻ പറയണം. ഇത് ഞങ്ങളോട് പറഞ്ഞിരിക്കട്ടെ. അവനോട് ഏതായാലും പറയണ്ട. പറഞ്ഞാൽ അവൻ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. 2 വർഷം കഷ്ടപ്പെട്ട അതിനെ പണിയൊക്കെ പഠിപ്പിച്ചത്. അത് പോയാ ഞങ്ങളുടെ വയറ്റിപ്പഴപ്പ് മുട്ടിപ്പോ. വരുന്നുണ്ട്. അവന്റെ ഈ അങ്കലാപ്പ് വണ്ടി എടുത്ത് ആദ്യം കത്തിക്കണം. താനെന്തിനാ ഇവിടെ വന്ന്? എന്തിനാണെന്നോ? നീ എന്തിനാ അതിന്റെ കുരങ്ങിനെ എടുത്തോണ്ട് പോയത്? അതമ്മേ കാറ്റ് വളരേണ്ട മിണ്ടാപ്രാണിയെ ഇവൻ തുടലിട്ട് പൂട്ടിക്കൊണ്ടിരുന്ന് ഉപദ്രവിക്കായിരുന്നു. ഞാൻ അതിനെ കാറ്റിക്കൊണ്ട് അയച്ചു വിട്ടു. ചതിച്ചോ ദൈവമേ? ഏത് കാട്ടിലാ വിട്ടത്? ആ ഈ ചുറ്റുവട്ടത്തൊക്കെ കാറുണ്ട്. പേര് വിളിച്ചാൽ തന്റെ കുരങ്ങ് വരുവോളൂ? വരും സാറേ. എന്നാ പോയി വിളിച്ചു വരുത്ത്. അയ്യോ നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലൂടാ മോനെ. നല്ലതെന്നൊരു വാക്ക് ആരെ കൊണ്ട് പറയിക്കില്ല എന്ന് വാശിയാണല്ലേ? വിശക്കുന്നു വല്ല ഉണ്ടായിത്താ. ഭാനു, ഏതായാലും ഒരു ഗുണമുണ്ട്. മോഹനെ കുറിച്ച് എവിടെ ചെന്ന് ആരോട് അന്വേഷിച്ചാലും ഒറ്റ അഭിപ്രായമേ പറയൂ. രണ്ടാമതൊന്നില്ല. കടപ്പുറത്ത് ചെന്ന് അവന്റെ പേരൊന്ന് പറഞ്ഞു നോക്കിയേ. കടലിന്റെ തിരകൾ ചീന്നും പറഞ്ഞ് ചീറ്റിക്കൊണ്ടുവരും. അതാണ് സ്ഥിതി. മേരിക്കുട്ടിയെ, മോളെ മേരിക്കുട്ടി, മണി 8 കഴിഞ്ഞ് നീ ചന്തേ പോകുന്നില്ലേ? ഞാൻ പോവാപ്പാ. ഇതാ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുതലാണ്. കറലെണ്ണ വാങ്ങിച്ചാൽ മതി. പലചരക്കടയിൽ ബാക്കി കൊടുക്കണ്ടപ്പാ. അത് ഞാൻ വൈകിട്ട് അതുവഴി ചെല്ലുമ്പോൾ കൊടുത്തേക്കാന്ന് പറ. വേഗം പോ. അച്ഛനെ മേരിക്കുട്ടി വരുന്നുണ്ട്. നീ എങ്ങോട്ടാ? ചന്തയിലേക്ക്. ഞങ്ങൾ കൊണ്ടുവിടാ. വേണ്ട. പിടിച്ച് വണ്ടി കയറടാ. കുട്ടയും പട്ടിയായിട്ടാണ് ഒരു നല്ല സ്ഥലത്തേക്ക് വരണം. പടി. കേറ്. 14